ഇനി നമ്മക്കൊരു കാര്യം ചെയ്യാം, ആ കർമ്മങ്ങൾ അങ്ങോട്ട് നടത്താം. ഇപ്പൊ തന്നെ ഞാൻ പൊതുവെ ഹോട്ടൽ റൂംസിൽ വരുമ്പോ ഇവരെ തറയിൽ ഇറക്കി വിടാറില്ല. ഇപ്പൊ ഞാൻ തറയിൽ ഇറക്കി വിട്ടേക്കാം. അയ്യോ എന്നിട്ട് എന്ത് പറ്റി? അവന് ഇഷ്ടമാ, അത് ചെയ്യട്ടെ എന്ന് വെച്ചാൽ വിട്ടേക്കുവാ. കൊച്ചുങ്ങൾ എന്നായാലും ആഗ്രഹം പറഞ്ഞ നമ്മളെ കൊണ്ട് പറ്റുവാന്നെ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം. ഇത് നമ്മൾ ഇന്നലെ അഡിഡാസ് ഒരു ഔട്ട്ലെറ്റ് മേടിച്ചാ. തറയിൽ ഇറക്കി വിടത്തില്ല, പക്ഷെ തറയിൽ കിടക്കുന്ന ചെരുപ്പെടുത്ത് വെച്ച് കുട്ടിക്ക് കടിക്കാൻ പറ്റും അല്ലേ? നല്ല പരിപാടികൾ എന്തായാലും കാണിക്കുന്നത്. ഭയങ്കര കോമഡി സാറേ, ഭയങ്കര കോമഡിയാണ്. ഈ ഒന്നാമത്തെ കാര്യം, ഈ പൊങ്ങച്ച വർത്തമാനം ഉണ്ടല്ലോ, അത് കുറച്ച് കഴിഞ്ഞാൽ ഇവർ പാതി ഓക്കെയാ. അയ്യോ അതെന്ത്, നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. എടാ മുതുകാളെ, നിനക്ക് ഇതിന് എന്ത് സുഖം കിട്ടുന്നത്? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. അതാണ് ഇവരെ ഏറ്റവും വലിയ ഇവരുടെ പ്രശ്നം. അത് മേ ബി എനിക്ക് തോന്നുന്നത് ജനിച്ചപ്പോഴേ കിട്ടിയതാണെന്ന് എനിക്ക് തോന്നുന്നു. എങ്ങനെ ഇരിക്കണം ചേട്ടാ? അപമാനിച്ചേ ഞങ്ങി ഞാൻ പോയിക്കോട്ടെ. കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. എല്ലാരും ഗിഫ്റ്റ് കൊണ്ട് വന്നാലും അവ അത് മൈൻഡ് പോലും ചെയ്യത്തില്ല. അവൻ ആകെ വീട്ടിലുള്ള 1-2 ചട്ടിയും കല്ലൊക്കെയാണ് അവന് ഇഷ്ടം. ഓഹോ, കഥ അവൻ അങ്ങനെ ആക്കിയല്ലേ? അന്തരാസ് കൂന്തരാസ് അല്ലേ, കലിപ്പ് തീരണില്ലല്ലേ? പ്രേക്ഷകരെ, ഈ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്ക് വെക്കണം, ടിങ് ടിങ് അടിക്കണം.